സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ഏകദേശം 4.5 വർഷമായി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനങ്ങളും സന്ദേശങ്ങളും കൺവെൻഷൻ പ്രോഗ്രാമും ഒക്കെ എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വർധനയ്ക്ക് അത് കാരണമാകുന്നു. ഈ ശുശ്രൂഷയിൽ പല നിലകളിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഒരു സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ വീണ്ടും ദൈവം എന്നെ സഹായിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം യേശുവിൻ്റെ പ്രാരംഭ പ്രസംഗമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ദൈവാത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് വഴിയൊരുക്കുവാൻ ദൈവമയച്ച യോഹന്നാൻ്റെ വരവും തൻ്റെ പ്രവർത്തനവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ യോഹന്നാൻ? അബിയാക്കൂറിൻ്റെ ക്രമപ്രകാരം യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്ന പുരോഹിതനായ സക്രിയാവിൻ്റെയും യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ചാർച്ചക്കാരിയുമായ എലിസബത്തിൻ്റെയും മകനാണ് യോഹന്നാൻ. സക്രിയ പുരോഹിതന് ശേഷം ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ട യോഹന്നാൻ പ്രവാചക ശബ്ദമായി മരുഭൂമിയിലേക്ക് ഓടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ട താൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കി മരുഭൂമിയിൽ യേശുവിൻ്റെ നാവായി തീർന്ന യോഹന്നാനെ കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ ആലയത്തിലെ ശുശ്രൂഷ വേണ്ട എന്ന് വെച്ച് മരുഭൂമിയിലേക്ക് ഓടിയ യോഹന്നാൻ മാനസാന്തരത്തെക്കുറിച്ചും മാനസാന്തര സ്നാനത്തെക്കുറിച്ചും മരുഭൂമിയിൽ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അനേകർ യോർദാൻ നദിയിലേക്ക് വന്ന് യോഹന്നാനാൽ സ്നാനം ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇതാ യേശു കർത്താവും അവിടെ വന്നു യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഉണ്ടായി. അത് യോഹന്നാനും കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ വചനം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമാണ് യോഹന്നാനെ പ്രസംഗത്തിനായിട്ട് അയച്ചത്. ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര് എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം ശുശ്രൂഷിക്കാൻ പോകുന്നവർ ദൈവത്താൽ അയക്കപ്പെടുമെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ കഴിയും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, പ്രസംഗിക്കുവാനായിട്ട് വന്ന യോഹന്നാന് ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. യഹൂദയിൽ നിന്ന് ലേവി ഗോത്രക്കാരനായ യോഹന്നാൻ ആണ് പ്രസംഗത്തിനായിട്ട് കടന്നു വന്നത്. അവനൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. സ്തോത്രം. മൂന്നാമതായിട്ട്, തൻ്റെ പ്രസംഗത്തിന് ഒരു വിഷയമുണ്ടായിരുന്നു. അത് മാനസാന്തരവും മാനസാന്തര സ്നാനവും ആയിരുന്നു. പ്രസംഗകരായി കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ചില നിർദ്ദേശങ്ങളാണ് വചനത്തിൽ കൂടി ഇവിടെ നൽകിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം യേശുവിൻ്റെ പ്രാരംഭ പ്രസംഗമാണ്. സ്തോത്രം. ദൈവം അയച്ച പ്രവാചകനായ യോഹന്നാനെ ഹെരോദാവ് തടവിലാക്കി എന്നറിഞ്ഞപ്പോൾ യേശു സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുന്നു, അഥവാ രംഗപ്രവേശനം ചെയ്യുന്നു.
മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു യോഹന്നാനെ തടവിലാക്കിയാൽ, ഒരു യോഹന്നാൻ്റെ ശിരച്ഛേദനം ചെയ്താൽ സുവിശേഷം അവിടെ അവസാനിച്ചു എന്ന് കരുതിയ ചിലരുണ്ടായിരുന്നു ആ കാലത്ത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇന്നും സുവിശേഷം അതിൻ്റേതായ നിലയിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകം തന്നെ അനേകർ ഉപദ്രവിക്കപ്പെട്ടു, അനേകരുടെ പ്രോപ്പർട്ടീസ് നഷ്ടമായി, അനേകരുടെ ജീവൻ നഷ്ടമായി, അനേകർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഇതെല്ലാം സുവിശേഷം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. എങ്കിലും ഇന്നും സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്നും ദൈവം അനേകരെ അയച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ ഒരു ഭാഗമാകുവാൻ ദൈവം എനിക്കും അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. യേശു പ്രസംഗത്തിനായിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ന്യായപ്രമാണം കടന്നു പോകുന്നു, സുവിശേഷം പ്രവേശിക്കുന്നു, അഥവാ രംഗപ്രവേശനം ചെയ്യുന്നു. യേശുവിൻ്റെ പ്രാരംഭ പ്രസംഗം ഗലീലയിലായിരുന്നു. വടക്കേ ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായിരുന്നു ഗലീല. ഗലീലയുടെ തെക്കുവശം ജസ്റ്റീൻ എന്ന താഴ്വരയും വടക്ക് ലെബാനോൻ പർവ്വതനിരയും കിഴക്ക് ഗലീല കടലും യോർദാൻ നദിയും ഗോലാൻ പർവ്വതനിരയും പടിഞ്ഞാറ് തീരപ്രദേശ പർവ്വതങ്ങളാലും ചുറ്റപ്പെട്ട ഒരു പ്രത്യേക ജില്ലയായിരുന്നു ഗലീല എന്ന ജില്ല. എന്താണ് ഗലീലയുടെ മറ്റ് പ്രത്യേകതകൾ? ഗലീലയുടെ സമീപ ജില്ലകളായ സമറിയ, ജോർദാൻ തീരപ്രദേശം എന്നിവയേക്കാൾ ജനപ്പെരുപ്പമുള്ള ഒരു ജില്ലയായിരുന്നു ഗലീല. യെരുശലേമിനേക്കാളും യഹൂദയെക്കാളും പ്രതീക്ഷയുള്ള ഒരു സ്ഥലം. ഗലീലയിലെ ജനങ്ങൾ ഉത്സാഹികളും വിശാല മനസ്കരും ആയിരുന്നു. ധാരാളം പുറജാതിക്കാർ ഈ ഗലീലയിൽ തിങ്ങി പാർത്തിരുന്നു. അതുകൊണ്ട് തന്നെ പുറജാതികളുടെ പട്ടണമെന്ന് ഗലീലയെ അറിയപ്പെട്ടിരുന്നു. ഈ ഗലീലയിൽ നിന്ന് ഡമസ്കസിലേക്കും ഈജിപ്തിലേക്കും നല്ല റോഡുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ഗലീലയിലേക്ക് കടന്നു വരുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ഇവിടെ യേശുവിൻ്റെ പ്രസംഗത്തിൽ 2 വിളംബരങ്ങൾ കാണാം, അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 1:13 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണവ? 1 കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിൻ്റെ അവസാനം ആയിരിക്കുന്നു. 2 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഈ 2 പ്രഖ്യാപനങ്ങളാണ് യേശു ചെയ്തത്. ദൈവരാജ്യം എന്ന പദം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14 പ്രാവശ്യവും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 32 പ്രാവശ്യവും നമുക്ക് കാണുവാൻ കഴിയും. മശിഹാ രാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള 2 നിബന്ധനകൾ: 1 മാനസാന്തരം, 2 സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. ദൈവരാജ്യം അഥവാ മശിഹാ രാജ്യം എന്നാൽ എന്തല്ല? ദൈവരാജ്യം എന്നാൽ ധാർമ്മികമായ ഒരു പരിവർത്തനമല്ല, സമത്വ സുന്ദരമായ ഒരു ക്ഷേമ രാഷ്ട്രവും അല്ല. പൗലോസ് പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. പിന്നെ ദൈവരാജ്യം എന്താണ്? റോമാലേഖനം 14:17 വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിയിൽ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ആത്മീയമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മനുഷ്യഹൃദയത്തിലും സമൂഹത്തിലും ദൈവത്തിൻ്റെ ഭരണമാണ്. എന്നാൽ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അധികം ആളുകൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഉത്സാഹിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം. ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും പേര് സ്വർഗത്തിൽ എഴുതപ്പെടണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20 കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം എന്നാൽ നല്ല വാർത്ത, സുവാർത്തയാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം.
ഇന്ന് ലോകത്തിൽ നാം കാണുന്ന കേൾക്കുന്ന വാർത്തകൾ നല്ല വാർത്തയെന്ന് പറയുവാൻ കഴിയില്ല. ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ അത്യാവശ്യ ജോലികളൊക്കെ കഴിഞ്ഞ് വാർത്ത എന്താണ് എന്നറിയാം എന്ന് കരുതി ഒന്നുകിൽ പത്രത്തിൽ കൂടെയോ ടി വിയിൽ കൂടിയോ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭേദിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലാത്ത അന്തരീക്ഷം ലോകത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ നിഷ്കരണം കൊല്ലുന്ന വാർത്തകൾ, ഇതെല്ലാം നമുക്ക് സമാധാനം തരാതിരിക്കുമ്പോൾ നല്ല വാർത്ത തരുന്നത് സുവിശേഷമാണ്. സമാധാനം തരുന്ന ദൈവത്തിൻ്റെ വചനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തെ പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയും. 1, സത്യത്തിൻ്റെ സുവിശേഷം. 2, പ്രത്യാശയുടെ സുവിശേഷം. 3, സമാധാനത്തിൻ്റെ സുവിശേഷം. 4, രക്ഷയുടെ സുവിശേഷം. 5, വാഗ്ദത്തത്തിൻ്റെ സുവിശേഷം. 6, അക്ഷയതയുടെ സുവിശേഷം. 7, ദൈവകൃപയുടെ സുവിശേഷം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എല്ലാവരെയും തങ്കലേക്ക് ആകർഷിച്ച് ദൈവത്തിൻ്റെ സഭയെ പണിക എന്നുള്ളതാണ്. ദൈവകൃപയുടെ സുവിശേഷം വിശ്വസിച്ചാൽ സഭയിൽ പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനു ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ സുവിശേഷം പ്രസംഗിച്ചു. ഇന്ന് നാം പ്രസംഗിക്കുന്നു, നാളെ നമ്മുടെ തലമുറകൾ പ്രസംഗിക്കും. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം ഒരിക്കലും ആർക്കും നിർത്തലാക്കുവാൻ കഴിയാത്ത നിലയിൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുവരെ കർത്താവിൻ്റെ വരവരെ. അതാണ് കർത്താവ് പ്രസംഗിച്ചത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇതാണ് ഞങ്ങളുടെയും ആഹ്വാനം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.